ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അത്യാവശ്യം വലുപ്പമുള്ള ഒരു മാങ്ങ ഞാൻ ഇതുപോലെ നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്തു. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ തൊലി കളഞ്ഞിട്ടില്ല. ഒരുപാട് കട്ടിയുള്ള തൊലിയുള്ള മാങ്ങയാണെങ്കിൽ മാത്രം നിങ്ങൾ തൊലി കളഞ്ഞാൽ മതി. എന്നിട്ട് ഇതുപോലെ പീസാക്കി കട്ട് ചെയ്തെടുക്കുക. തൊലി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചിങ്ങനെ കടിക്കാൻ കിട്ടും. തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും ചില മാങ്ങകളൊക്കെ. അപ്പോൾ അത് ഞാനൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5 ചെറിയ ഉള്ളി കുറച്ച് ഒരു ചെറിയ ഉള്ളി ഒരു 3-4 ഒക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 5 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പെടുക്കാം. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. പുളി കുറവുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 ടു മീഡിയം ടൈപ്പൊക്കെ 2 എണ്ണം ഒക്കെ എടുക്കാം കേട്ടോ. ഇനി 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ അളവങ്ങ് ഒരുപാട് കൂടണ്ട. നമ്മൾ പച്ചമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രം ചേർത്താൽ മതി. ഇപ്പം ഞാൻ ഒരു മുളക് ചേർത്തിട്ടുണ്ട്. എരിവ് നന്നായി വേണ്ടുന്നവർക്ക് 2 മുളകൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേണം വേവിക്കാനും. ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ നന്നായി വേവുകയും വേണം. ഈ തൊലിയോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് കലങ്ങി പോകുന്ന ഒരു പരുവത്തിലേക്ക് വരില്ല. അതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് തിക്കായുള്ള പീസാക്കി കട്ട് ചെയ്യുക, തീരെ നൈസാക്കി കട്ട് ചെയ്തെടുക്കരുത്. നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം കേട്ടോ മാങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ. നല്ല പുളിയുള്ളതൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി. അതൊന്ന് വെന്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഒരു 1.5 പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 2 നുള്ളു അത്രയും മതിയാവും കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഒരു 2 വലിയ ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു 2 ചെറിയ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരണം കേട്ടോ. നല്ല മഷി പോലെ അരയണം. അങ്ങനെ പീസസ് ആയിട്ട് കിടക്കരുത്, അതായത് ചതച്ചെടുക്കുന്ന പരുവമല്ല, വെള്ളം ഒഴിച്ച് ഫൈനായിട്ട് തന്നെ അരയ്ക്കുക. അപ്പോൾ ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോഴത്തേനും നമ്മുടെ മാങ്ങ വെന്തിട്ടുണ്ടാവും. ഞാൻ ചട്ടിയിൽ നിന്ന് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിനകത്തേക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം തന്നെ ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. മിക്സിയുടെ ജാറ് കഴുകി അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ലൂസാവരുത്, എന്നാൽ ഒത്തിരി തിക്കായിട്ടും എടുക്കരുത് കേട്ടോ. ആ ഒരു പരുവം. ഒത്തിരി അങ്ങ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങ് വെള്ളം പോലെ ആയിപ്പോവും. ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത്യാവശ്യം തിക്നെസ് വേണം, എന്നാൽ ഓവർ തിക്കാവാനും പാടില്ല. ആ ഒരു പരുവത്തിൽ വേണം. തേങ്ങ ഒക്കെ ചേർത്ത് അരയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇതിനകത്തേക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു സ്വല്പം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഒരുപാടിട്ട് വെട്ടി തിളപ്പിക്കരുത്. ചൂടായി വരുന്നതിനനുസരിച്ച് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ കേട്ടോ. ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ സ്വല്പം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് ഒരു ചെറിയ മധുരവും കൂടി ഉണ്ടാവും കേട്ടോ. ഒരു ലൈറ്റായിട്ട്, ഒരുപാടായിരിക്കില്ല, ചെറുതായിട്ട്. അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പക്ഷെ ചേർത്താൽ പ്രത്യേക ടേസ്റ്റാണ്. മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ സ്വല്പം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ആദ്യം കുറച്ച് ചേർത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ആ ടേസ്റ്റ് ഓക്കെ ആണെങ്കിൽ പിന്നീട് ചേർക്കണ്ട. അപ്പോൾ 1-2 നുള്ള് അത്രയും മതിയാവും കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കുക. ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇരിക്കുമ്പോൾ ഒരു ഇത്തിരി കൂടി തിക്കാവും കേട്ടോ. അതിനനുസരിച്ച് എടുക്കുക. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പച്ചമാങ്ങ കൊണ്ടുള്ള റെസിപ്പീസ് ഒരുപാട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പച്ചമാങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. നമ്മൾ ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നാടൻ ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിള വരും. ഇങ്ങനെ തിള വന്നിട്ട് ഒരുപാടിട്ട് വെട്ടി തിളപ്പിക്കേണ്ട. ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുത്താൽ മതി. ജസ്റ്റ് ഒരു മാങ്ങ മാത്രം മതി, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരിത്തിരി തേങ്ങയും ഒരു മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ഒരു ഒഴിച്ചേറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. ഇനിയിപ്പോൾ മാങ്ങയുടെ കാലമല്ലേ, മാങ്ങയും ചക്കയുടെയൊക്കെ കാലമാണല്ലോ, ഇഷ്ടം പോലെ കിട്ടും നമുക്ക്. അപ്പോൾ കടയിൽ നിന്നുള്ള പച്ചക്കറികളൊക്കെ വാങ്ങുന്നതിന് പകരം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് കറികൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കണം.
കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ചേർത്തോളൂ കേട്ടോ. എപ്പോഴും കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ചേർക്കുമ്പോഴാണ് നാടൻ റെസിപ്പീസിന് ശരിക്കും ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വരിക കേട്ടോ. അപ്പോൾ നാടൻ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെയൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും ഇത്തിരി കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരു നുള്ള് ഉലുവ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉലുവ നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ആ കറിയിലേക്ക്. ഉലുവ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ, വറുത്ത് പൊടിച്ച് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഉലുവ ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് മതി കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഉലുവാപ്പൊടി ഒരു നുള്ള് ലാസ്റ്റ് നമ്മൾ കറിവേപ്പില ചേർക്കുന്ന ടൈമിൽ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 4-5 ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞതും ഒരു 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഉള്ളിയൊക്കെ മൂപ്പിച്ച് ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ കറികൾക്കൊക്കെ. അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ട, ചെറിയ ഉള്ളി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചോളൂ. ഒരു 3-4 എണ്ണം മതി. കനം കുറച്ച് അരിഞ്ഞെടുക്കുക. അത്യാവശ്യം നന്നായിട്ടൊരു ഗോൾഡൻ കളറിലേക്ക് മാറണം. അപ്പോഴാണ് ശരിക്കും ആ ഒരു മൂത്ത ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വരിക. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നന്നായിട്ട് ഉള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടി ചേർക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രമേ ചേർക്കാവൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും, ടേസ്റ്റ് മാറും. ഫ്ലെയിം ഓഫ് ചെയ്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ ചൂടായ എണ്ണയിലേക്ക് തന്നെ അതൊന്ന് മിക്സ് ചെയ്യുക. എണ്ണ നന്നായി ചൂടായി കിടക്കുകയാണല്ലോ, അതിലേക്ക് പെട്ടെന്ന് തന്നെ ക്യുക്കായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമ്മുടെ കറിയിലേക്ക് താളിച്ചു കൊടുക്കുക. ഒരുപാട് നേരം ആ പാത്രത്തിൽ തന്നെ വെച്ചേക്കരുത്. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് താളിച്ചു കൊടുക്കുക. കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ്, ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം, പക്ഷേ ചേർത്ത് കൊടുത്താൽ പ്രത്യേക സ്വാദുമാണ്, കാണാനും നല്ല ഭംഗിയാണ്, നല്ല കളർഫുള്ളായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹൈപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ പച്ചമാങ്ങ റെസിപ്പീസ് ഒരുപാട് ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പച്ചമാങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ പ്രസ് ചെയ്തിൽ ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, റിപ്ലൈ തരുന്നതായിരിക്കും. ഏതെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. കൂടുതലും നമ്മൾ വെജിറ്റേറിയൻ റെസിപ്പീസാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ വെജിറ്റേറിയൻ ലഞ്ച് മെനു നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരു 10-60ഓളം വീഡിയോസ് 4-5 കൂട്ടം കറികളും ചേർത്തിട്ടുള്ള ഉച്ചയൂൺ റെസിപ്പീസ്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക. ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.